ഈ ചെറുപഴം വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പഴം ഏതായാലും ഏതുമില്ല, പൂവമ്പഴമാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന പഴം ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. ചെറുപഴമായിരിക്കണം എന്ന് മാത്രം. ഏറ്റവും സൂപ്പർ പൂവമ്പഴമാണ്. അപ്പോൾ ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അത് നമ്മൾ അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കുക, കുറച്ചാളാണെങ്കിൽ കുറച്ച്. അപ്പോൾ അളവൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 3 അച്ചാണ് എടുത്തത്. ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം നമുക്ക്. ഞാൻ സാധാരണ പറയും പോലെ പഴം പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൂത്രം ഉപയോഗിച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പഴവും നമുക്ക് കുറച്ചധികം നമ്മൾ ആവശ്യത്തിനുള്ള പഴം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഈ പഴം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതിന് ഞാൻ വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു തേങ്ങേൻ്റെ പകുതി വലിയ മുറിയാണ്. അത് ഒരു ജാറിലിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് പാലെടുക്കണം നമുക്കിങ്ങനെ തേങ്ങ നന്നായിട്ടൊന്ന് ജാറിലിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണേ. എന്താ പറയുക, ലൂസായത് പോരാ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കിതിനായിട്ട് ആവശ്യമുണ്ട്. ബാക്കി കൂടി ഞാൻ അരിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. നല്ല കുറുകിയ പാലാണേ. ഇതിൽ നമുക്ക് ഈ ഉടച്ച് വെച്ച പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല കുറുകിയ പാലാണ്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കുക. ആ ശർക്കരയിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് അരിച്ചിട്ട് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പേര് പഴങ്കറി. പഴങ്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കായ്, നല്ലൊരു ഫ്ലേവറിനാണ്. ഇതിപ്പം നല്ല ടൈറ്റായിട്ടുള്ള പഴങ്കറിയാണ്. അപ്പോൾ നമുക്കിത് ലേശം ലൂസാക്കണം തോന്നിയാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി കൊടുക്കുക. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പഴങ്കറിയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പഴങ്കറി ഇവിടെ ശരിയായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നൂൽപ്പെട്ടിന് മാത്രമല്ല, നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൂരിക്ക് കൂടെ കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റുള്ള പഴങ്കറിയാണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ പൂവമ്പഴം വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ കിട്ടുന്ന ചെറുപഴം ഏതായാലും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.